उधर बैठे साहब, उधर उधर। वो बाजू बैठे साहब। അസ്സലാമു അലൈക്കും. യെസ് പ്ലീസ്. മൂപ്പര് ഒന്ന് കാണണം. ഇന്ന് ഹോളിഡേ ആണ്. ബിസിയായി എന്തോ എക്സ്ട്രാ വർക്കിന് വന്നതാ. അപ്പോയിന്റ്മെന്റ്സ് ഇല്ല. അതോ അപ്പോയിന്റ്മെന്റ് ഒന്നും വേണ്ട. ഞമ്മക്കൊരു ചെറിയ കച്ചവടം ഉണ്ട്. അതിൽ കൂടി ഒന്ന് വിളിച്ച് പറഞ്ഞാ മതി. പേര് മുഹമ്മദ് കുഞ്ഞി. പക്ഷെങ്കിലും മമ്മുക്കാന്ന് പറയുന്നതാണ് എളുപ്പം. മാഡം സേ മമ്മുക്ക വെയിറ്റിംഗ് യു ദ മാനേജർ. Sir, somebody here. One Mr. Mamuka. Okay, sir. നേരെ പോയാ മതി, ഇടത്തെ മതി. അറിയാം. ഫോണിൽ കൂടി എല്ലാ കാര്യവും പറയാൻ ഒക്കില്ലല്ലോ. ഇതങ്ങനെയുള്ളൊരു കേസാണ്. അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ ബുദ്ധിമുട്ടിക്കൂ. എല്ലാ സ്ഥലത്തും ആളുകളെ പിരിച്ചുവിടുകയാണ്. ഞാൻ തന്നെ എല്ലാം മതിയാക്കി റിട്ടയർ ചെയ്ത് നാട്ടിലേക്ക് പോയാലോ എന്ന് ആലോചിക്കുകയാണ് മമ്മുക്ക. പോണം. അന്യനാട്ടിൽ എത്ര നാളെന്ന് വെച്ച് കിടക്കുക. ഇനി സാറിന് അതിന്റെ ആവശ്യമില്ല. പോകുന്നതിന് മുമ്പ് നല്ലൊരു കാര്യം കൂടി ചെയ്തിട്ടാകട്ടെ. ഇനി ജോലിക്കാര്യം പറഞ്ഞാൽ എന്റെ അറബാബിന്റെ ലോഹ്യം പോകും. പഠിപ്പുണ്ട്, ചെറുപ്പം, നല്ല സ്വഭാവം, പേരുള്ള തറവാട്ടുകാരൻ. എന്നെ വിശ്വസിച്ച് ഇവിടെ വന്ന് പെട്ടുപോയി. നോക്കട്ടെ, നാളെ രാവിലെ 9 മണിക്ക് എന്നെ ഒന്ന് കാണാൻ പറയൂ. നാളെ വേണ്ട, ബുധനാഴ്ച വരാൻ പറയും. ശ്രമിക്കാമെന്നേ പറയുന്നുള്ളൂ നമുക്ക്, ഉറപ്പില്ല. അത് പറഞ്ഞു കിട്ടിയാൽ മതി. ശ്രമിച്ചാൽ നടക്കാതിരിക്കില്ല എന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇക്കുറി മാപ്പാക്കണം. ഇനി ജോലിക്കാരും പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വരികേയില്ല. മമ്മുക്ക എത്രാമത്തെ തവണയാണ് ഇത് എന്നോട് പറയുന്നത്? നമ്മൾ 4 പേർക്ക് ഗുണം ചെയ്താൽ വയസ്സുകാലത്ത് അത് ആലോചിച്ചിരുന്നാൽ മാത്രം നമുക്ക് മനസമാധാനം ഉണ്ടാവും. അവസാനത്തെ കണക്കിൽ അത് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ സാർ.